തിരികെ വാർത്തയിലേക്ക്. പേരാമ്പ്രയിൽ കലാപമുണ്ടാക്കാനാണ് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ്. UDF റാലിയുടെ മറുവശത്തുണ്ടായിരുന്ന LDF പ്രവർത്തകരുമായി ഏറ്റുമുട്ടാനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ പ്രവർത്തകരെ ഒഴിവാക്കിയതോടെയാണ് പോലീസിനെതിരെ തിരിഞ്ഞത്. 3 മണിക്കൂറോളം സ്ഥലത്ത് പ്രകോപനം സൃഷ്ടിച്ച ശേഷം പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഇതിനുശേഷമാണ് സംഘർഷം തുടങ്ങിയതെന്നും SK സജീഷ് ആരോപിച്ചു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അവിടെ ആദ്യം LDF പ്രവർത്തകരെ ആക്രമിക്കാം, അവരവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു അക്രമം സംഘടിപ്പിച്ച് ഒരു മനുഷ്യജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുമെങ്കിൽ ആ നിലയിലുള്ള ഒരു നിലപാട്, അത് വളരെ സമചിത്തതയോടുകൂടി LDF കൈകാര്യം ചെയ്ത് നേതാക്കന്മാർ ആളുകളെ മുഴുവൻ ഒഴിവാക്കിയതുകൊണ്ട് ആ ഗിമ്മിക്ക് പരിപാടി അല്ലെങ്കിൽ അപകടകരമായ ആ പ്രവർത്തനം നടന്നില്ല. അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത്. ദീർഘനേരമായിട്ട് 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFിൻ്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. RJD കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു ഭരത്, ഒരു ഭാഗത്ത് NDA തുടക്കത്തിൽ തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ മറുവശത്ത് മഹാസഖ്യം ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല, അല്ലെ? മഹാഗഠബന്ധനിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. കോൺഗ്രസിൻ്റെ അവിടുത്തെ ബീഹാറിലെ നേതാക്കൾ RJDയുടെ പൂർണ്ണമായ ഈ അപ്രമാദിത്യം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാക്കൾ രാജേഷ് റാമിനെ പോലുള്ള ആളുകൾ 60 സീറ്റ് കോൺഗ്രസിന് എന്തായാലും ഈ മഹാഗഠബന്ധൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടണം എന്നതാണ് അവരുടെ വാദം. അതേസമയം കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 ഇടത്ത് പോയി മാത്രം ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലാലു യാദവും തേജസ്വിയുമൊക്കെ തങ്ങൾക്ക് ആണ് പകുതിയിലധികം സീറ്റുകളുടെ അവകാശം ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നു. 138 സീറ്റിൽ മത്സരിക്കാൻ ആണ് RJD തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഇടപെടണം എന്ന ഒരാവശ്യം വരുന്നത്. ഏതായാലും ഈ കോൺഗ്രസ് നേതാക്കളായ ഷക്കീൽ അഹമ്മദ് ഖാനും അതുപോലെ കൃഷ്ണ അല്ലാവയുമൊക്കെ അവിടെ തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. BJP ആകട്ടെ മറുവശത്ത് സുഗമമായ ഒരു സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു. 101 സീറ്റുകളിൽ വീതം മത്സരിക്കാം എന്ന നിലപാട് JDUവും BJPയും എടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ രണ്ടുപേരും കഴിഞ്ഞ തവണ BJP ആണെങ്കിൽ 110 സീറ്റുകളിൽ മത്സരിച്ചു, JDU ആണെങ്കിൽ 115 സീറ്റുകളിൽ മത്സരിച്ചു. അപ്പോൾ രണ്ടുപേരും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുന്നു. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന് കൂടുതൽ സീറ്റുകൾ 29 സീറ്റുകൾ വിട്ടു നൽകാം എന്ന നിലപാടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. കോൺഗ്രസിനകത്ത് ഇതുപോലെ മറ്റു പല അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിൽ ഇന്ത്യ സഖ്യത്തിനകത്ത് ഇതുപോലെ മറ്റു പലരും ഇത്തരം ഒരു പ്രശ്നങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ VIP പാർട്ടി വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയൊക്കെ അവർക്ക് കിട്ടിയ ഒരു പ്രാതിനിധ്യം തീരെ പോരാ. ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു അസുഖബാധിതയായ അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ഡൽഹിയിലെ ഡോക്ടർമാർ ഇടപെടുന്നു എന്ന തരത്തിലൊക്കെയുള്ള പരിഹാസം ഒക്കെ അവർ ഉന്നയിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ കല്ലുകടി എന്നതാണ് ഇന്ത്യ മുന്നണി നേരിടുന്ന വലിയൊരു പ്രശ്നം. വോട്ടർ അധികാർ യാത്രയൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ സഹായിച്ചു എന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ തങ്ങൾ തന്നെയാണ് അവിടുത്തെ കരുത്തർ എന്ന് RJDയും വാദിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വലിയ ഒരു പ്രതിപക്ഷ ഐക്യം പതുക്കെ ഇല്ലാതാകുന്നു എന്ന ഒരു സംശയം വരികയാണ്. ആത്യന്തികമായി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ സഖ്യത്തിനകത്തുള്ള വിള്ളലുകൾ കൂടുതൽ വലുതാകുന്നു എന്ന ചോദ്യം വരുന്നു. ഇന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ JMM സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കും. കോൺഗ്രസ് ആകട്ടെ 60 സ്ഥാനാർത്ഥികളെ തങ്ങൾ പ്രഖ്യാപിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.